കിഫ്ബിയെ പറ്റി ഈ അഫിഡവിറ്റിന് 30-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. ഈ കിഫ്ബിക്ക് ഒരു ഇൻകം സോഴ്സ് ഇല്ല. മാത്രമല്ല പലതരത്തിലുള്ള വിമർശനങ്ങൾ ഈ കിഫ്ബിയെ കുറിച്ച് മാത്രമല്ല, അതിനുശേഷം ഈ SSFPL കുറിച്ചും പറയുന്നത് പ്രൊഡക്റ്റീവ് അല്ലാത്ത ഇടങ്ങളിലാണ് നിക്ഷേപിക്കുന്നത് എന്നുള്ളതാണ്. വളരെ കാതലായ ഒരു ചോദ്യമാണ്. നമ്മുടെ ദേശീയപാത വികസനത്തിന് സർക്കാരിന് അങ്ങോട്ട് കൊടുക്കേണ്ടി വന്ന പണം എന്ന് പറയുന്നത് കിഫ്ബിയിൽ നിന്നെടുത്ത പണമാണ്. നേരത്തെ ദേശീയപാത വികസനത്തിന് കേന്ദ്രം ഓഫ് ബജറ്റായി എടുക്കുന്ന പണം, ഓഫ് ബജറ്റ് ബോറോയിങ് ആയി എടുക്കുന്ന പണം പ്രൊഡക്റ്റീവായ ഏരിയയിൽ നിക്ഷേപിക്കുന്നുവെന്ന് ജിൻഡോയും പറഞ്ഞുവല്ലോ. അപ്പോൾ ദേശീയപാത അതോറിറ്റി എന്തിനു നിക്ഷേപിക്കുന്നോ സമാനമായ പ്രൊഡക്റ്റീവായിട്ടുള്ള ഏരിയയിലാണ് നമ്മളും ആ പണം നിക്ഷേപിച്ചതെങ്കിൽ അതെങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? മാധു, അതിൽ തന്നെ ആദ്യം മറുപടി പറയാം. 2023 മാർച്ച് 3-ാം തീയതി കേരളത്തിൽ നിന്ന് കേന്ദ്ര സർക്കാരിൽ നിന്ന് വാങ്ങേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും ചോദിച്ചു വാങ്ങാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ ഏർപ്പെടുത്തിയ KV തോമസ് എന്ന് പറഞ്ഞ നമ്മുടെ ബഹുമാന്യനായ മുൻ കേന്ദ്രമന്ത്രി പത്രപ്രസ്താവനയിലൂടെ പറഞ്ഞിട്ടുണ്ട്. നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി 25% കേരളത്തിലെ ദേശീയപാത പറഞ്ഞു തുടങ്ങുമ്പോഴേ മര്യാദ കാണിക്കുന്നത് മര്യാദകേടാണ്. KV തോമസ് പത്രപ്രസ്താവനയോടെ പറഞ്ഞിട്ടുണ്ട് നിതിൻ ഗഡ്കരിയുമായിട്ടുള്ള ചർച്ചയിൽ തീരുമാനമായി കേരളവും കേന്ദ്രവും തമ്മിൽ ധാരണയായ 25% ദേശീയപാതയുടെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ പണം തിരിച്ചു നൽകാമെന്ന് ദേശീയപാത ഈ കേരളത്തിൽ നടക്കില്ലെന്ന് പറഞ്ഞ് അതോറിറ്റിയുടെ ഓഫീസ് പൂട്ടി തിരിച്ചുപോയി UDF-ന്റെ കാലത്ത്. താങ്കൾ വരട്ടാൻ നിൽക്കല്ലേ? UDF-ന്റെ കാലത്തെ ദേശീയപാത അതോറിറ്റിയുടെ ഓഫീസ് പൂട്ടിപ്പോയി നടക്കില്ലെന്ന് പ്രഖ്യാപിച്ചു. ഞാൻ മറുപടി പറയട്ടെ അരുൺകുമാറെ. ഒരു മര്യാദ വേണ്ടേ? താങ്കൾ പറഞ്ഞപ്പോൾ കൂടി ഞാൻ കേട്ടിരുന്നില്ലേ? താങ്കൾ പറഞ്ഞല്ലോ 27 വർഷമാണ് LDF ഭരിച്ചോളൂ, ബാക്കി മുഴുവൻ UDF ഭരിച്ചെന്ന്. UDF ഭരിച്ചതില് 2016 വരെ കേരളത്തിന്റെ മൊത്തം കടം 1,60,60,000 കോടി രൂപയായിരുന്നു. ഈ പിണറായി വിജയൻ ഭരിച്ച് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടം കഴിയുമ്പോൾ 3,57,000 കോടി രൂപയായിട്ട് അത് വർദ്ധിക്കുക. അതെങ്ങനെയാണ് എന്ന് പറയണ്ടേ നിങ്ങൾ? അപ്പൊ ആ കേരളത്തിന്റെ മൊത്തം കടത്തിന്റെ ചരിത്രത്തിന്റെ ഇരട്ടിയായി മാറുന്നതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇനി ഞാൻ ചോദിച്ച ചോദ്യം താങ്കളിലേക്ക് ഇടപെടുമ്പോൾ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു. CAG റിപ്പോർട്ടിൽ 28,258 കോടി രൂപ കേരളത്തിന്റെ മൊത്തം എക്സ്പെക്ടഡ് റവന്യൂന്റെ 24% പിരിച്ചെടുക്കാത്തതിനെ കുറിച്ച് താങ്കൾ മറുപടി പറയണം. ഇനി കേന്ദ്രത്തിന്റെ നോമിനലായിട്ടുള്ള പെൻഷൻ കൊണ്ട് കിട്ടാത്തത് കൊണ്ടാണ് പെൻഷൻ കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ ജിൻഡു, അതായത് ദേശീയപാത വികസനത്തിന് വേണ്ടിയാണ് കിഫ്ബിയിൽ നിന്ന് എടുത്ത ഏതാണ്ട് 5,000 കോടിയോളം രൂപ കേരളം നിക്ഷേപിച്ചതെങ്കിൽ അത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഏരിയയിലാണല്ലേ എന്നുള്ളതാണ് അരുൺ ചോദിച്ച ചോദ്യം. അതിന് അങ്ങ് മറുപടി പറയണം. അരുൺ ദയവ് ചെയ്ത് ഇടപെടരുത്, പറയൂ. അല്ല, അത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഏരിയയിലാണെങ്കിൽ കേരളത്തിന്റെ കിഫ്ബിക്ക് ആ എഗ്രിമെന്റ് നിങ്ങളും കേന്ദ്രവും തമ്മിലുള്ള എഗ്രിമെന്റ് ഉണ്ടാക്കുക. ഈ നിങ്ങൾക്ക് ദേശീയപാതയുടെ ഏതെങ്കിലും ഭാഗത്ത് ഈ 5,000 കോടി രൂപയ്ക്ക് തുല്യമായിട്ടുള്ള വിഹിതം കളക്ട് ചെയ്യാനായിട്ട് ടോള് പിരിക്കാൻ അനുമതി നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? തന്നിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് പ്രൊഡക്റ്റീവ് പർപ്പസ് അല്ല. നിങ്ങൾ കേരളത്തിന്റെ വിഹിതം എന്ന് പറഞ്ഞ് നിങ്ങൾ കേന്ദ്ര സർക്കാരുമായിട്ട് ധാരണ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന പണം മാത്രമല്ല നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ ഉണ്ടാകുന്ന വ്യവസായങ്ങൾ, ഇവിടെ ഉണ്ടാകുന്ന വാണിജ്യ മേഖലാ വികസനം, ഇവിടെ ഉണ്ടാകുന്ന സ്ഥലത്തിന്റെ അടിസ്ഥാന മൂല്യം, അങ്ങനെ പലതും നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഘടകങ്ങളാണ്. മധു, അത് ഞാൻ പറഞ്ഞു ശരിയാണ്. ദേശീയപാത വികസനം, അടിസ്ഥാന സൗകര്യ വികസനം ഒക്കെ വരുമ്പോൾ നാട്ടിൽ സാമ്പത്തിക രംഗത്ത് വലിയ വിസ്ഫോടനങ്ങൾ വരും. പക്ഷെ അതൊക്കെ ഞങ്ങൾ പറയുന്ന കാലഘട്ടത്തിൽ അതിനൊക്കെതിരെ സമരം ചെയ്ത് തുരങ്കം വെച്ച ആളുകൾ ഇന്ന് അത് പറയുന്നു. നല്ല കാര്യം, അവർക്ക് തിരിച്ചറിവുണ്ടായല്ലോ. പക്ഷേ ഈ കിഫ്ബിക്ക് വേണ്ടി മാത്രം കിഫ്ബി കൊടുത്ത ഈ 5,000 കോടി രൂപയുടെ ദേശീയപാത പരിപാടിയിൽ മാത്രം നിൽക്കാതെ ആ CAG റിപ്പോർട്ട് പ്രകാരമുള്ള 28,000 കോടി പിരിച്ചെടുക്കാത്തതും, അല്ലെങ്കിൽ ഈ ആളുകൾക്ക് 5 മാസമായിട്ട് പെൻഷൻ കൊടുക്കാത്തതും, കിടപ്പ് രോഗികൾക്ക് 10 മാസമായിട്ട് പെൻഷൻ കൊടുക്കാത്തതും, അതൊക്കെ പറയണ്ടേ? ഇതെല്ലാം കേന്ദ്രത്തിന്റെ മാത്രം ഉത്തരവാദിത്തം അല്ല അരുൺ. കേരളത്തിന്റെ ധനകാര്യമന്ത്രി കേരള സർക്കാരിന്റെ ഉത്തരവാദിത്തമുള്ള. ഇനി ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഒറ്റ കാര്യം, ഒറ്റ കാര്യം, 1 മിനിറ്റ് മതി. ഒറ്റ കാര്യം, ഇവർക്ക് തന്നെ ഒരു ധാരണയുണ്ടെന്ന് സംശയമുണ്ട്. സംസ്ഥാന ധനകാര്യമന്ത്രി പറയുന്നു 57,000 കോടി പിരിക്കാനുണ്ടെന്ന്. ഭരണകക്ഷിയുടെ MLA പറയുന്നു 61,000 കോടി ഉണ്ടെന്ന്. തോമസ് ഐസക് ഫേസ്ബുക്കിൽ എഴുതുന്നു 5,100 കോടി രൂപയാണെന്ന്. ഈ എത്ര കോടി രൂപയാണ് ശരിക്കും കേരളത്തിന് കിട്ടാനുള്ളത്? അരുൺകുമാർ ഒന്ന് പറയാമോ ഈ ചർച്ചയിൽ? ഇല്ല, അതൊക്കെ കൃത്യമായി മറുപടി ഇവിടെ ഉണ്ട്. കണക്ക് വെച്ചിട്ട് തന്നെ മറുപടി ഉണ്ട്. ഇവിടെ
ഒറ്റ മിനിറ്റ്. അല്ല, കണക്ക് താങ്കൾ പറഞ്ഞോ? കുറച്ചു നേരമായി കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ കണക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, കോവിഡ് കാലത്തിന് ശേഷം 2021-22 22-23 നികുതി തിരിച്ചു പിടിക്കുന്ന കാര്യത്തിൽ, നികുതി പിരിവിന്റെ കാര്യത്തിൽ കേരളം ഏറ്റവും മുന്നിൽ തന്നെയാണ്. ആളോഹരി നികുതി പിരിവിന്റെ കാര്യത്തിൽ ആദ്യ 5 സംസ്ഥാനങ്ങൾ എടുത്താൽ അതിലൊന്ന് കേരളമാണ്. ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം നമ്മുടെ മുന്നിൽ ഉണ്ടല്ലോ. നിങ്ങൾക്ക് കേരളം എന്ന് കേൾക്കുമ്പോൾ വളരെ അലർജിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സമരത്തിനും പ്രക്ഷോഭത്തിനും ഒന്നും നിങ്ങൾ സഹകരിക്കാത്തത്. ഇതെല്ലാം ജനങ്ങൾ നന്നായി മനസ്സിലാക്കുന്നുണ്ട്, ബോധ്യപ്പെടുന്നുണ്ട്. ശരി, ഓക്കെ. നിങ്ങൾ മൂന്നാം ഘട്ടത്തിൽ വരാൻ കഴിഞ്ഞില്ല. പക്ഷേ നമ്മുടെ സാമ്പത്തിക രംഗത്തിൽ CPM-ഉം BJP-യും കോൺഗ്രസും ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കപ്പുറത്ത് പല ഏജൻസികൾ മുന്നോട്ട് വെക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സാമ്പത്തിക പശ്ചാത്തലം നമുക്കുണ്ട് എന്നത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പല ഏജൻസികൾ. ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലി 2021 പറഞ്ഞത് നമുക്ക് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്ന അടിയന്തരാവസ്ഥയുണ്ട് എന്നാണ്. RBI 5 സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ നമുക്ക് കറക്ഷൻ ആവശ്യമുണ്ട് എന്ന് പറയുന്നുണ്ട്. 2026-27 കാലത്ത് നമ്മളുടെ ഡെപ്റ്റ് GSDP റേഷ്യോ എന്ന് പറയുന്നത് 30% നിന്ന് 35% വർദ്ധിക്കും എന്ന ഗുരുതരമായ മുന്നറിയിപ്പ് കിട്ടുന്നുണ്ട്. ഇതൊക്കെ അടിസ്ഥാനപരമായ സാമ്പത്തിക പ്രശ്നങ്ങളാണ് എന്നത് മനസ്സിലാക്കിയുള്ള മുന്നോട്ട് പോക്കിന് തുടക്കമിടാനെങ്കിലും ഈ ബജറ്റിന് സാധിക്കേണ്ടതുണ്ട് എന്നതും മുന്നോട്ട് വെക്കുന്നു. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.